നമസ്കാരം. ഓരോ ജീവികൾക്കും പ്രത്യേകതകളുണ്ട്. കാരണം ചില ജീവികൾ വീടുകളിൽ വരുന്നത് വളരെ ശുഭകരമാണ്. മഹാഭാഗ്യം തന്നെ വീടുകളിൽ വരുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ആ വീടുകളിൽ ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് ഇത്തരത്തിൽ ചില മൃഗങ്ങളെ, പ്രത്യേകിച്ചും ജീവികളെ കാണുന്നതാണ്. രാത്രി സമയങ്ങളിലാണ് എങ്കിൽ ഞാൻ ഈ പരാമർശിക്കുന്ന ജീവികളെ നിങ്ങളുടെ വീടുകളിൽ കാണുന്നു എങ്കിൽ അത് ചില സൂചനകൾ തന്നെയാണ്. ആ വീടുകളിൽ മഹാഭാഗ്യം തേടി വരാൻ പോകുന്നതിന്റെ സൂചന തന്നെയാകുന്നു. ഏതെല്ലാമാണ് ആ ജീവികൾ എന്നും ആ ജീവികൾ വീടുകളിൽ വന്നാൽ സംഭവിക്കുന്നതായ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. പല്ലി നിങ്ങളുടെ വീടുകളിൽ വരികയാണ് എങ്കിൽ, അഥവാ പല്ലിയുടെ സാന്നിധ്യം നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ അത് ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു. പൂജാമുറിയിൽ പല്ലിയെ കാണുകയാണ് എങ്കിൽ അത് ആ വീടുകളിൽ സൗഭാഗ്യം കടന്ന് വരുന്നതിന്റെ ഒരു സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഭാഗ്യം അഥവാ ഈശ്വരാധീനം ആ വീടുകളിൽ വർദ്ധിക്കാൻ പോകുന്നു. ധനപരമായോ അല്ലാതെയോ നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ പരാമർശിക്കാം. പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരാൻ പോകുന്നതിന്റെ സൂചനയായും പരാമർശിക്കുവാൻ സാധിക്കും. ധനപരമായ നേട്ടങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരും. എന്നാൽ ധാരാളമായി പല്ലിയെ കാണുകയാണ് എങ്കിൽ അത് ശുഭകരമല്ല എന്ന കാര്യവും പ്രത്യേകിച്ചും ഓർക്കേണ്ടതായിട്ടുണ്ട്. വിളക്ക് തെളിയിക്കുന്നതായ സമയത്ത് അല്ലെങ്കിൽ തുളസിയുടെ അരികിലായി പല്ലിയെ കാണുന്നതും മഹാഭാഗ്യം കടന്ന് വരുന്നതിന്റെ സൂചനയാകുന്നു. എന്നാൽ ധാരാളം പല്ലിയുണ്ട് എങ്കിൽ അത് ആ വീടുകളിൽ ശുഭകരമല്ലാത്ത അഥവാ നെഗറ്റീവ് ഊർജം അല്പം വർദ്ധിച്ചതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. മറ്റൊരു ജീവിയായി പരാമർശിക്കുന്നത് പച്ചക്കുതിരയാണ്. പല വീടുകളിലും പച്ചക്കുതിര വരുന്നതാണ്. പച്ചക്കുതിര വീടുകളിൽ വരുന്നത് ശുഭകരവും ധനപരമായ നേട്ടങ്ങൾ, ധനലാഭം വന്നു ചേരുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങളാണ് വന്നു ചേരുക. ധനപരമായ ഉയർച്ച, കൂടാതെ ആഗ്രഹ സാഫല്യം സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതിന്റെ ഒരു സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. അതിനാൽ പച്ചക്കുതിരയുടെ സാന്നിധ്യം വീടുകളിൽ ഉണ്ട് എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ കണക്കാക്കുവാൻ സാധിക്കും. ആ വീടുകളിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ തന്നെ സംഭവിക്കും. എന്നാൽ പ്രത്യേകിച്ചും പച്ചക്കുതിരയെ നിങ്ങൾ കാണുകയാണ് എങ്കിൽ അടുത്ത ദിവസം അല്ലെങ്കിൽ അന്നേ ദിവസം അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ ശ്രമിക്കുക. രാത്രിയിലാണ് കാണുന്നത് എങ്കിൽ അടുത്ത ദിവസം തന്നെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതോ അല്ലെങ്കിൽ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ഏറ്റവും ശുഭകരമായ ഒരു കാര്യമാകുന്നു. ഭാഗ്യസൂക്തം നിങ്ങളുടെ പേരിൽ നടത്തുന്നതും വിശേഷമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതിനാൽ വൈകിപ്പിക്കാതെ അടുത്ത ദിവസം തന്നെ പോകുന്നതാണ് ഏറ്റവും ശുഭം. മറ്റൊന്ന് നായയാണ്. നായ കാലഭൈരവന്റെ അനുഗ്രഹമുള്ള ഒരു ജീവിയാകുന്നു. അതിനാൽ നായ നിങ്ങളുടെ വീടുകളിൽ വരുന്നു എങ്കിൽ അത് ശുഭകരമായ ഒരു ലക്ഷണം തന്നെയായി പരാമർശിക്കുവാൻ സാധിക്കും. രാത്രി സമയങ്ങളിൽ നായ നിങ്ങളുടെ വീടുകളിലേക്ക് വരികയാണ് എങ്കിൽ കാലഭൈരവ ദേവന്റെ അനുഗ്രഹമുണ്ട് എന്നും, കൂടാതെ ആ വീടുകളിൽ പ്രത്യേകിച്ചും ശത്രുനാശം സംഭവിക്കാൻ പോകുന്നു, ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷകരമായ കാര്യങ്ങൾ അകലാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും. പ്രത്യേകിച്ചും ശത്രുക്കളുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നിരിക്കുന്നതായ ആ ദോഷകരമായ ഫലങ്ങൾ, കാര്യവിജയങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്നതായ തടസ്സങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. മറ്റൊന്ന് വവ്വാലാണ്. വവ്വാൽ വീടുകളിൽ വരികയാണ് എങ്കിൽ അത് ഏത് സമയത്താണ് എങ്കിലും അതീവ ദോഷകരമാണ്. രാത്രി സമയങ്ങളിലാണ് എങ്കിൽ പ്രത്യേകിച്ചും ദോഷകരമായ ഫലങ്ങൾ ആ വീടുകളിൽ വരാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. പ്രത്യേകിച്ചും ആ വീടുകളിൽ നെഗറ്റീവായ ഊർജം വർദ്ധിച്ചിരിക്കുന്നു. അതിനാൽ തന്നെ ആ വീടുകളിൽ പല വിധത്തിലുള്ള തടസ്സങ്ങൾ, അല്ലെങ്കിൽ ധനപരമായ നഷ്ടങ്ങൾ, മാനസികപരമായ പ്രശ്നങ്ങൾ വന്നു ചേരാൻ പോകുന്നതിന്റെയും ചില അപകടകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിന്റെയും സൂചനയായി പരാമർശിക്കുവാൻ സാധിക്കും. അതിനാൽ വലിയ ദോഷം തന്നെയാണ് വവ്വാൽ വീടുകളിൽ വരുന്നത് അഥവാ വീടിനുള്ളിൽ പ്രവേശിക്കുന്നത്. മറ്റൊന്ന് മൂങ്ങയാകുന്നു. മൂങ്ങയെ പകൽ സമയങ്ങളിൽ കാണുന്നത് ഏറ്റവും ശുഭകരമാണ്. കാരണം
ആ വീടുകളിൽ മഹാലക്ഷ്മി സാന്നിധ്യം വർദ്ധിച്ചിരിക്കുന്നതിന്റെ അല്ലെങ്കിൽ മഹാലക്ഷ്മി ദേവി ആ വീടുകളിൽ പ്രവേശിച്ചതിന്റെ സൂചനയായി കണക്കാക്കാം. എന്നാൽ രാത്രി സമയങ്ങളിലാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ അത് ആ വീടുകളിൽ ലക്ഷ്മി സാന്നിധ്യം കുറഞ്ഞതിന്റെയും മൂദേവി സാന്നിധ്യം വർദ്ധിച്ചതിന്റെയും സൂചനയായി കണക്കാക്കാം. ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നിങ്ങളുടെ വീടുകളിൽ നിന്നും ഒഴിവാകാൻ പോകുന്നു എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾ ചെയ്യുന്നതായ ആ തെറ്റായ ചില കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. പ്രത്യേകിച്ചും വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുകയും കലഹം തുടങ്ങിയ കാര്യങ്ങൾ വീടുകളിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടാതെ ആ വീടുകളിൽ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും നെയ്വിളക്ക് തെളിയിച്ച് ആ വീടുകളിൽ ഭദ്രദീപം തന്നെ തെളിയിക്കുക. നെയ്വിളക്ക് തെളിയിക്കുന്നതാണ് ഏറ്റവും ശുഭം. കൂടാതെ ഏലയ്ക്ക് കൂടിയിട്ട് വെള്ളിയാഴ്ച ദിവസം വിളക്ക് തെളിയിക്കുന്നതും നിത്യവും മഹാലക്ഷ്മി ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നതും അടുത്തുള്ള ദേവീ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും മഹാലക്ഷ്മി സാന്നിധ്യം വർദ്ധിക്കുന്നതിന് സഹായകരം തന്നെയാകുന്നു. നിത്യവും തുളസിക്ക് അതിരാവിലെ തന്നെ ജലം സമർപ്പിക്കുന്നതും വിശേഷം തന്നെയാകുന്നു. ഈ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ചെയ്യുക. മാറ്റങ്ങൾ ക്രമേണ വന്നു ചേരും. കറുത്ത വണ്ട് വരികയാണ് എങ്കിൽ, പ്രത്യേകിച്ചും രാത്രി സമയങ്ങളിൽ നിങ്ങൾ കാണുകയാണ് എങ്കിൽ, ആർക്കോ നിങ്ങളോട് അസൂയ അല്ലെങ്കിൽ നിങ്ങൾ ഉയരുന്നതോ നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ അസൂയയുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം. ദൃഷ്ടിദോഷം നിങ്ങളെ ബാധിച്ചിരിക്കുന്നതിന്റെ സൂചനയായും കണക്കാക്കുവാൻ സാധിക്കും. അതിനാൽ തന്നെ പല വിധത്തിലുള്ള ദോഷകരമായ കാര്യങ്ങൾ, പ്രത്യേകിച്ചും കാര്യ തടസ്സങ്ങൾ വന്നു ചേരുക, കാര്യവിജയങ്ങൾ നേടുവാൻ സാധിക്കാതെ മനസ്സിൽ വല്ലാതെ വിഷമം വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. അതിനാൽ അതീവ ദോഷകരം തന്നെയാണ് കറുത്ത വണ്ട് രാത്രി സമയങ്ങളിൽ വീടുകളിൽ വരുന്നത്. ഇത് പ്രത്യേകിച്ചും പരമശിവൻ നൽകുന്നതായ ഒരു സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ശിവാനുഗ്രഹമുള്ള വീടുകളിലാണ് എങ്കിൽ തീർച്ചയായും ഇത്തരം സൂചനകൾ ഭഗവാനായി തന്നെ നിങ്ങൾക്ക് നൽകുന്നതാണ്. രാത്രി സമയങ്ങളിൽ പാമ്പിനെ കാണുകയാണ് എങ്കിൽ അത് ആ വീടുകളിൽ ശത്രുദോഷം ബാധിച്ചതിന്റെ, ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ചില ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. ക്ഷുദ്രപ്രയോഗങ്ങൾ ഏറ്റതിന്റെയും സൂചനയായി പരാമർശിക്കുവാൻ സാധിക്കും. അതിനാൽ ഈ ലക്ഷണം കാണുകയാണ് എങ്കിൽ അത് ദോഷകരമാണ് എന്നും ആ വീടുകളിൽ ചില ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിന്റെ ലക്ഷണമായി തന്നെ പരാമർശിക്കാം. ഇതും പരമശിവൻ അല്ലെങ്കിൽ നാഗപ്രീതിയുള്ള വീടുകളിൽ കാണുന്ന ലക്ഷണമാണ്. അഥവാ നാഗങ്ങൾ അല്ലെങ്കിൽ പരമശിവൻ നിങ്ങൾക്ക് നൽകുന്നതായ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. അതിനാൽ തീർച്ചയായും അടുത്തുള്ള നാഗക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും ദർശനം നടത്തുന്നതും, പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും ധാരയും നടത്തി പ്രാർത്ഥിക്കുന്നതും വിശേഷപ്പെട്ടതായ വഴിപാട് തന്നെയാകുന്നു. കാരണം ഈ വഴിപാട് നടത്തുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇത്തരം പ്രശ്നങ്ങളെ ഒരു പരിധി വരെ ഒഴിവാക്കുവാൻ സാധിക്കും. കൂടാതെ നിത്യവും ഭഗവാനെ ആരാധിക്കുകയും അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തി രക്തപുഷ്പാഞ്ജലി വഴിപാട് കൂടി നടത്തി മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു.